ഹാഫ്ലിങ്ങൾ കൂടുതലാണ്. ഹാഫ്ലിങ്ങൾ ഒരുപാട് ഇങ്ങനെയും ഇവിടെ ഒരു 4000 ഹാഫ്ലിംഗ് ഉണ്ടാവും. മാഷാ അല്ലാ. അതുകൊണ്ട് അവിടെ ജയിലില്ല. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു മണ്ണിനല്ലേ. ജയിലില്ല, പോലീസുകാരെ കണ്ടില്ല, സ്റ്റേഷനില്ല, ഇല്ല, സിനിമ തിയേറ്റർ ഇല്ല, ക്രിമിനൽ കേസുകളില്ല, മദ്യമില്ല, ജയിലില്ല. അങ്ങനെ ഒരു നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, റാഫിയടൂരാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് നേരെ പോകുന്ന നാഗർകോവിലേക്കാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര നാഗർകോവിലാണ്. കായൽപട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കായൽപട്ടണം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പള്ളിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ പള്ളിയൊക്കെയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് 12:45 നാഗർകോവിലേക്ക് ട്രെയിനുണ്ട്. അവിടുന്ന് തിരുച്ചെന്തൂർ പോകണം, അവിടുന്ന് കായൽപട്ടണത്തിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. കായൽപട്ടണം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഇതുവരെ ക്രിമിനൽ കേസുകളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമൊക്കെയാണ്. അവിടെ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പള്ളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ 12:45 നമുക്ക് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന എക്സ്പ്രസ് ആണ് കേട്ടോ. കൊല്ലത്ത് നിന്ന് 78 രൂപയാണ് നാഗർകോവിൽ വരെ ഈ ഒരു ട്രെയിനിൻ്റെ റേറ്റ് കേട്ടോ. നമുക്ക് നാഗർകോവിലിൽ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരുവനന്തപുരം ആയപ്പോഴത്തേക്കും ട്രെയിനിൽ ആളുകളൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ നാഗർകോവിലിൽ നിന്നും ബസ്സും പിടിച്ച് തിരുച്ചെന്തൂർ എത്തി കേട്ടോ. ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അവസാനം തപ്പി എനിക്കൊരു ചെറിയ ഡോർമെറ്ററി കിട്ടി. 300 രൂപയ്ക്കാണ് എനിക്കൊരു ഡോർമെറ്ററി കിട്ടിയത്. റൂഫിലായതുകൊണ്ട് തന്നെ ഒരു തുള്ളി ഉറങ്ങിയില്ല കേട്ടോ. ഒടുക്കത്തെ കൊതുകായിരുന്നു. തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇത്. അങ്ങനെ ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് കായൽപട്ടണത്തിലേക്കാണ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കായൽപട്ടണത്തിലേക്ക്. 10 രൂപ പോയിൻ്റാണ് ബസ്സിൽ. ഇന്നലെ രാത്രി ശരിക്കും ഞാൻ കായൽപട്ടണത്തിൽ പോയി. അവിടെ ലോഡ്ജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തിരുച്ചെന്തൂർ വരേണ്ടി വന്നു കേട്ടോ. അവിടെ മാത്രമേ ഉള്ളൂ ലോഡ്ജും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ രാവിലെ തന്നെ കായൽപട്ടണത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നാടാണിത്. രാവിലെ ഒരു 10 മണി കേട്ടോ. ഇവിടുത്തെ കടകളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. ഞാൻ ഈ ഒരു നാടിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് നിങ്ങളോടൊന്ന് വിവരിച്ചു തരാം. ഇവിടെയാണെങ്കിൽ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഓരോ സ്ട്രീറ്റിനും ഓരോ പേരുകളാണ് കേട്ടോ. ഞാനിപ്പോൾ നൈന സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 10 മണി ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് തുടങ്ങി. അവിടെ കണ്ട ഒരു ചെറിയ കടയിൽ കയറി ദോശയൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും നടക്കാൻ ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ ആദ്യം സ്ട്രീറ്റുകളെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ് നെയ്നാർ സ്ട്രീറ്റ്, അതുപോലെ തന്നെ സുൽക്കർ സ്ട്രീറ്റ്. ഖുറാൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് ഹാഫിലിങ്ങളും ഒക്കെ ഉള്ളൊരു സ്ട്രീറ്റാണ് ഈ ഒരു സുൽക്കർ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊച്ചിയാർ സ്ട്രീറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ വ്യാപാരമൊക്കെ നടത്തുന്നവരുടെ ഒരു സ്ട്രീറ്റാണ് കൊച്ചിയാർ സ്ട്രീറ്റ് കേട്ടോ. അതുപോലെ തന്നെ കൂമ്മൻ സ്ട്രീറ്റ് ഉണ്ട്, നെസ്റു സ്ട്രീറ്റ് ഉണ്ട്, സിദ്ധൻ സ്ട്രീറ്റ് ഉണ്ട്. സിദ്ധൻ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ വൈദ്യങ്ങളൊക്കെ അറിയാവുന്നവർ, അതായത് ഈ ചികിത്സയൊക്കെ അറിയാവുന്നവരുടെ ഒരു ഏരിയയാണ് സിദ്ധൻ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു നാടാണിത്. അപ്പോൾ ക്രിമിനൽ കേസില്ല, ജയിലില്ല, അതുപോലെ തന്നെ മദ്യമില്ല. അങ്ങനത്തെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൂത്തുക്കുടി ജില്ലയിലെ കായൽപട്ടണം എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു നാടാണ് ഈ ഒരു കായൽപട്ടണം എന്ന് പറയുന്നത്. നമുക്കത് കണ്ടും കേട്ടും പോവാം. ഞാനിപ്പോൾ ഈ കായൽപട്ടണത്തിലെ ബീച്ചിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത് കേട്ടോ. ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചരിത്രപരമായ 4 ജനവിഭാഗങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 1 മരക്കാർ വിഭാഗം, 2 മഖ്ദൂമികൾ, നൈനാർമാർ, ലബ്ബകൾ. കൊച്ചിയിലുള്ളവരാണ് നൈനാർമാർ കേട്ടോ. നൈനാർമാരെന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ബിസിനസ്സൊക്കെ നടത്തി അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് നൈനാർമാരെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ബീച്ചിലേക്കാണ് കേട്ടോ. രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ പല വീടുകളിൽ നിന്നും കൊണ്ടുവന്നത് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് ഒരുപാട് നേരം ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു ബീച്ചാണ്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. നമ്മൾ ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. നല്ല ചൂടുണ്ട്.
എന്തായാലും ഞാൻ ഈ ഒരു ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ വിജനമായിട്ട് കിടക്കുന്നതെന്ന് നോക്കണ്ട. ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോൾ, മകര നമസ്കാരമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ യശാ നമസ്കാരം എല്ലാം കഴിയുമ്പോൾ ഇവിടെ ഫുള്ളായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തിട്ട് വട്ടത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എല്ലാം ഷെയർ ചെയ്തിട്ട് പോകുന്ന ഒരു സമ്പ്രദായവും ഒരു പതിവും ഈ ഒരു ബീച്ചിനുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ അറബിക്കടലിലെ വെള്ളമല്ല, ബംഗാൾ ഉൾക്കടലിലെ വെള്ളമാണ് ഇവിടുത്തെ ബീച്ചിലെ ഈ ഒരു കടലിലെ വെള്ളം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചൈനക്കാരും റഷ്യക്കാരും അതുപോലെ തന്നെ ഒരുപാട് പേർഷ്യക്കാരും ഒക്കെ വന്ന സമയത്ത്, വ്യാപാരത്തിനായി വന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ വൈരങ്ങളും രത്നങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾക്കാർ ഇവിടെ വന്നത്. അപ്പോൾ അവരെ സ്വീകരിച്ച് ഇവിടെ നിർത്തിയ ഒരു ബീച്ചാണ് ഈ കാണുന്ന ബീച്ച്. ഇപ്പോൾ ഫുള്ള് വിജനമായിട്ട് കിടക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ വെള്ളവും കൂടെയാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ അറബിക്കടലിലും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ വെള്ളമായിരിക്കുമല്ലോ. ഇതെന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കടകളൊക്കെ വൈകുന്നേര സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വൈകുന്നേരം വന്ന് സമയം ചെലവഴിക്കുന്ന ഒരു ബീച്ച്. ഞാൻ തന്നെ ചോദിച്ചത്, ഇവിടെ സഹാബാക്കൾ ഉറങ്ങുന്ന മണ്ണല്ലേ, പിന്നെ അപ്പോൾ ഇവിടെ സഹാബാക്കളുടെ കുറ്റകൃത്യങ്ങളൊക്കെ കുറവാണ്. ആ ഒരു പവിത്രത ഉണ്ടല്ലോ ഈ മണ്ണിന്, അതുകൊണ്ടായിരിക്കാം കാരണം അല്ലേ. ഇവിടെ വലിയമാർകൾ ജാസ്തിയുണ്ട്. സഹാബാക്കളുടെ കുടുംബക്കാർ ഒരുപാടുണ്ട്. നമ്മുടെ മുതൽ ഖലീഫ ഉണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ്, അയാളുടെ വംശവലിയിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ, ഞങ്ങളെല്ലാം ഒക്കെ അവിടെ തന്നെ മൂപ്പറിൻ്റെ തലമുറയല്ലയോ? ഇല്ല, നമ്മളുടെ അബൂബക്കർ സിദ്ദീഖ് നായത്തിൻ്റെ വംശമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ, 90% ആൾക്കാർ സിദ്ദീഖ് നായത്തിൻ്റെ കുടുംബക്കാരാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇസ്ലാത്തിൻ്റെ പരിഭാഷയിൽ വളർന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ദിവസം ഖുർആൻ ഹിഫ്ലിൻ്റെ മദ്രസ ഒരുപാടുണ്ട്. കുട്ടികൾ കൂടുതലുണ്ടല്ലേ? ഒരുപാട് ആൾക്കാർ പഠിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടല്ലേ. സ്കൂളിൽ പഠിക്കും, ഇതുണ്ട് ഒരുമിച്ചാ. ഹാഫിലിങ്ങൾ കൂടുതലാണ്. ഹാഫിലിങ്ങൾ ഒരുപാട്. ഇങ്ങനെയും ഇവിടെ ഒരു 4000 ഹാഫിലിങ് ഉണ്ടാവും. മാഷാ അല്ലാഹ്. പിന്നെ ആളുകളുണ്ട്, പെൺകളുണ്ട്, ഹാഫിലിങ് പെൺകളുണ്ട്. അതുകൊണ്ട് ബറക്കത്താ, ആയിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. വലിമാക്കൾ നാദാക്കൾ ഞാൻ കേട്ടായിരുന്നു, സാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ടാ. അതുകൊണ്ട് അവിടെ ജയിലില്ല. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു മണ്ണിനല്ലേ. ജയിലില്ല, പോലീസുകാരും കണ്ടില്ല, സ്റ്റേഷൻ ഇല്ല, സിനിമ തിയേറ്റർ ഇല്ല, എല്ലാവരും വേറെ എല്ലാം അൽഹംദുലില്ലാ. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് മനസ്സിൽ. മദ്രസകളൊക്കെ കൂടുതൽ നമ്മുടെ അഹ്ലുസുന്നത്ത് മദ്രസയിൽ ഏറ്റവും മലയാളത്തിൽ ഖാദിരിയ മൊയ്തീൻ ഷെയ്ഖിൻ്റെ, പിന്നെ സാദിൽ ഇമാമിൻ്റെ പേരിലൊരു മദ്രസ ഉള്ളൂ. അതും കുറച്ച് തബ്ലീഗിൻ്റെ ആൾക്കാർ അതുണ്ട്. പക്ഷേ മലയാളത്തിൽ ഖാദിരിയ പ്യൂറാണ്, പ്യൂർ അഹ്ലുസുന്നത്ത് ജമാഅത്ത്. മറ്റാൾക്കേ ഉള്ളൂ. സുന്നിയല്ലേ മൊത്തം? സുന്നി കുറേ സുന്നിയാണ്. 70% മോട്ടിൽ സുന്നിയ. മറ്റാളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ളൂ. ഗൾഫിൽ പോയില്ലേ, ജമാഅത്തെ ഇസ്ലാമി അങ്ങനത്തെ. ഗൾഫിൽ പോയപ്പോൾ ഇവിടെ സലഫി പിന്നെ മറ്റൊക്കെ ആൾക്കാർ എല്ലാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? കുറച്ചേ ഉള്ളൂ. അവിടെ മലബാർ മേഖല, അവിടെ മലബാർ മേഖലയിലാണ്. മലപ്പുറം ആ ഏരിയയിലൊക്കെ കുറച്ച് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടിയിട്ടുണ്ട്. കോഴിക്കോട് ആ അങ്ങനെ ഉള്ളൂ. ഇല്ല, ഗൾഫിൽ പോയ ആൾക്കാരാ. ഗൾഫിൽ പോയി പുതിയതായിട്ട് ഇസ്ലാമത്തെ പഠിക്കുന്ന ആൾക്കാർ. നമ്മൾ അങ്ങനെയല്ല. അതെ, നമ്മുടെ പരമ്പര സുന്നിയാണല്ലോ. അത് നമ്മൾ വിശ്വാസിച്ച് നമ്മൾ നടക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ ജമാഅത്തുൽ ഇസ്ലാമി കുറവും, പക്ഷെ വഹാബി ജാസ്തി അല്ലേ. വഹാബിൻ്റെ ആറാ സലഫി, പിന്നെ ജമാഅത്തുൽ തൗഹീദ്, അങ്ങനെ സലഫിൻ്റെ ഗ്രൂപ്പ് വേറെ പേരിലുണ്ട്, ഓരോരോ പേരിലുണ്ട്. അവിടെ സൂഫി എന്ന് പറയും. അവിടെ സൂഫി ആകുമ്പോൾ വലിയുള്ളാക്കളുടെ ഇതാണ് തരിക്കത്തിൻ്റെ. ഇവിടെ തരിക്കത്തിൻ്റെ ആൾക്കാർ കുറേ ഉള്ളൂ.
ഇവിടെ ഷെയ്ഖ് ഉണ്ട്, ഒരു ഷെയ്ഖ്. എനിക്കൊന്ന് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സൂഫി 90% മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ആദ്യം 90% ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പാർട്ടികളുണ്ടല്ലോ, പൊളിറ്റിക്കൽ പാർട്ടി, അങ്ങനെ. അതുകൊണ്ട് ഇത് ഖലീഫ. ഇയാൾ ആരാ? നമ്മുടെ ഏർവാടി ഇബ്രാഹിം ബാഷയുടെ പ്രതിനിധിയല്ലേ? ഇവിടെ കയറാൻ പറ്റുമോ? ഓപ്പൺ താക്കോൽ ഇല്ലല്ലോ പുറത്ത്. അതല്ല, അത് വേറെ അല്ലേ, അങ്ങോട്ട് പോന്നേ. ഇത് ഖലീഫ അപ്പ. അയാളുടെ പേര് എന്ന് നമ്മൾക്കൊന്നും ശരിക്കും ആദ്യത്തെ ആൾക്കാരല്ലേ. ഏർവാടി ഇബ്രാഹിം ബാഷൻ്റെ എളപ്പം ഉണ്ടല്ലോ, അതിൽ കൂട്ടുകാരാ. അവരെ ഇതെല്ലാം ഒരു ഇതിൽ പെട്ടതല്ലയോ? ഏർവാടി ഇബ്രാഹിം ബാഷൻ്റെ ആൾക്കാർ. പണി അടച്ചോ? അല്ല, പണി നടക്കുന്നത്. മക്കബറ ഇതല്ലയോ? മക്കബറ. പണി നടക്കുന്നുണ്ട്, അടച്ചിട്ടേക്കോ? പുരുഷൻ്റെ ചെറിയ പള്ളി അല്ലയോ? അതേതാ? ആ തൂണുകൾ ഇഷ്ടം പോലെ ഉള്ള. ഏകദേശം 55ഓളം ഹജ്ജ് ചെയ്യപ്പെട്ട ചിന്നലബ്ബയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർസ്ഥാനാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായ 1000-കാൽ പള്ളിയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വലിയ പള്ളി കേട്ടോ. പുതിയ പള്ളിയല്ല, പുതിയതായിട്ട് ഉണ്ടാക്കിയത്. പള്ളി റെഡിയാക്കി. ഇത് പുതുതായി പണിഞ്ഞ 1000-കാൽ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന പള്ളിയാണ്. നമ്മളിനി ബാക്ക് വശത്തുള്ള 1000-കാൽ പള്ളിയുടെ അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ ജുമാ നമസ്കാരം എന്ന് പറയുന്നത് ഒരാഴ്ച ഇവിടെയാണെങ്കിൽ അടുത്ത ജുമാ നമസ്കാരം വേറൊരു പള്ളിയിലായിരിക്കും. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് പള്ളികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മാറി മാറിയാണ് ജുമാ നമസ്കരിക്കുന്നത്. ഇത് 1000-കാൽ പള്ളിയുടെ മുൻവശത്തായിട്ട് പണിഞ്ഞ പുതിയൊരു പള്ളിയാണ് കേട്ടോ. നല്ല ലൈറ്റും സെറ്റപ്പും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു പള്ളി. നമ്മൾ മടി പിടിച്ച് ബംഗാളി വന്നപ്പോൾ മലയാളി മടിയടിച്ച പറയില്ല. नाम क्या है आपका? मोहम्मद फरीद. फरीद. इंशाल्लाह दुआ कीजिए. 1000-കാലത്തെ പള്ളി. आप कितने साल हो गए इधर? 4 साल. माशाल्लाह. बड़े पर अभी इधर नमाज है? माशाल्लाह. 1000-കാലത്തെ പള്ളി. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പള്ളിയാണിത്. തൂണുകളൊക്കെ കണ്ടില്ലേ? പഴയ നിർമ്മിതിയാണ്. ജുമാ ഖുതുബ നടക്കുന്ന സ്ഥലം, മിമ്പറാണിത്. अभी तक इधर नमाज है? 1000-കാലത്തെ പള്ളി, പഴയ നിർമ്മിതി കണ്ടില്ലേ? ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പിട്ടുള്ള പള്ളിയാണ്. ഹിജ്റ 228 ഈ ഒരു പള്ളി നിർമ്മിച്ചേക്കുന്നത്, അഥവാ AD 843 കേട്ടോ. ഷാഫി ഇമാമിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ അബൂബക്കർ ഹിൽജിയാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മിച്ചേക്കുന്നത് കേട്ടോ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയാണ് ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. 1000 കാലത്ത് പള്ളി എന്ന് പറയുമ്പോൾ പേർഷ്യയിലുള്ള ഒരു പള്ളി, ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പണിയാൻ ഉപയോഗിച്ച അതേ സാധനങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു 1000 കാലത്ത് പള്ളി ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. ഇവിടുത്തെ തൂണുകളൊക്കെ ഏകദേശം ഒരു 1800 വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയ ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, പഴയ പള്ളി ഇതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു മക്ബറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഏകദേശം 29ഓളം മക്ബറകളുള്ള ഒരു തൈക്കയാണിത്. സാഹിബപ്പ തൈക്ക എന്നാണ് ഈ ഒരു തൈക്കയെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു ചെറിയ ഹാളും കൂടിയാണ്. കല്യാണ മണ്ഡപവും കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പള്ളി പരിപാടിയോ അതൊക്കെ ഈ ഒരു മക്ബറയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മക്ബറയുടെ ഉള്ളിലേക്കുള്ള വഴി. ഉമറുൽ ഖാദരി തൈക്ക സാഹിബിയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരുടെ മക്ബറയാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം 29ഓളം മക്ബറകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മറ്റുള്ള മക്ബറകളെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മക്ബറകളാണ് ഇവിടെ കേട്ടോ. ഇവിടെ എപ്പോഴും നമ്മുടെ ആറ്റാങ്കരയിലും ഏർവാടിയിലൊന്നും കാണുന്ന പോലെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഈ ഭിത്തിയിൽ എഴുതി വെച്ചേക്കുന്നത് ഓരോരോ ബൈത്തുകളാണ് കേട്ടോ. ഈ തൈക്ക സാഹിബിയും ഉമറുൽ ഖാദരി റളിയല്ലാഹു അൻഹു ഒക്കെ വലിയ വലിയ കവികളായിരുന്നു. അപ്പോൾ അവരെഴുതിയ ബൈത്തുകളാണ് ഈ ഒരു വാളിൽ ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത്. ഇതിൽ അഹമ്മദുള്ള ബൈത്ത് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ബൈത്തുണ്ട്. ആ ബൈത്ത് ഓതിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാം എന്നുള്ളതാണ് വിശ്വാസം. വളരെ ഇഖ്ലാസോടുകൂടി ഓതിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമൊക്കെ നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കോഴിക്കോട് കാലിക്കട്ടിൽ ഒരു സർവകലാശാലയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എനിക്ക് കിട്ടി കേട്ടോ. പുള്ളിയാണ് എന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടോട്ട് കൊണ്ടുവന്നത്. എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുകയാണ്, ഈ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്, തൈക്കാകളും ദർഗാ ഷെരീഫുകളും പള്ളികളും ഒക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് കറങ്ങുന്നത്. പുള്ളിക്ക് ജോലിക്ക് പോകണം, എന്നാലും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരുവാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ളൊരു ജിന്ന് പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു പള്ളി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ പിള്ളേരൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന പള്ളിയും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു പള്ളി ജിന്നുകൾ പണിഞ്ഞ പള്ളിയാണെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ മിമ്പറൊക്കെ ഞാൻ കാണിച്ചു തരാം. മിമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഓരോ സ്ട്രീറ്റിനും ഓരോ പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ആ ഒരു പള്ളിയുടെ ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഈ ആറ്റാങ്കരയിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കായൽപട്ടണം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പവിത്രത നിറഞ്ഞൊരു മണ്ണാണ്. ഒരുപാട് സഹാബികൾ വന്നിട്ടുള്ള മണ്ണാണ്. അവരെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഈ തീർത്ഥാടനമൊക്കെ നടത്തുന്നവർക്ക് വരാൻ പറ്റിയ, ആറ്റാങ്കരയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇത് ശരിക്കും പള്ളിയല്ല കേട്ടോ. ഈ ഹാഫിളാവാൻ വേണ്ടി പഠിക്കുന്ന ഒരു മദ്രസയാണ്. ഇത് ജിന്ന് കെട്ടിയെന്നാണ് വിശ്വാസം. നമ്മളെ മനുഷ്യന്മാർ കുറേ പേര് ഇവിടെ പള്ളി മെയിൻ്റനൻസിന് വരുന്ന സമയത്തൊക്കെ വീണ് മരിക്കുകയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കേട്ടപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ ഈ ഒരു മദ്രസയുടെ ഉള്ളിലേക്ക് പെർമിഷനൊക്കെ എടുത്ത് കയറുകയാണ്. ഇവിടെ 4-5 ഉസ്താക്കന്മാരാണുള്ളത്. ഓരോ ഉസ്താക്കന്മാരുടെയും കീഴിലും 15 മുതൽ 20ഓളം കുട്ടികൾ ഇവിടെ മതപഠനം നടത്തുന്നുണ്ട്, അഥവാ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചവരെല്ലാം ഹാഫിളീങ്ങളായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയ പിള്ളേർ വരെ ഉണ്ട് മദ്രസ പഠനം നടത്തുന്നത്. ഹാഫിളീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മദ്രസയാണ് കേട്ടോ. ഒരുപാട് പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. നമ്മളങ്ങനെ വഴികാട്ടിയായിട്ടൊരു കാക്കായം കിട്ടി. കാക്ക നമ്മളെ ഇങ്ങനെ വിവരിച്ച് കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഓരോ ഉസ്താക്കന്മാരുടെയും കീഴിലുള്ള ഹാഫിളീങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൂടെ നടക്കുകയാണ്. അങ്ങനെ ഓരോരോ മദ്രസയായിട്ടല്ലേ? ഇല്ല, ಒಂದು ಮಹಾನಗರಾಲೆ 20 പൈസകൾ ഇങ്ങനെ ഒരാൾക്ക് 20-15 இந்த ആൾക്ക് അങ്ങനെ 5 മൊത്തം ഓരോ 4 ഇതിരുന്ന് 4 പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ 80 പേര് ഇവിടെ ഓതിക്കുന്നുണ്ട്. എവറി 4 that is 4 so each 15-20 okay മഹാനഗരത്തിൽ കാലടി അറബിക്കല്ല
ഈ ഇടക്കേക്കുന്നേ ആ മുഹമ്മദ് ആലം സെയ്ദ് അസ്മാവിൽ 5 പേരുണ്ട്. ഈ കുട്ടികളെല്ലാം ഇവിടെ തന്നെ കുട്ടികൾ സ്റ്റേ ആ ഇവിടെ ഇഷ്ടമില്ല സ്റ്റേ അല്ല പക്കത്തിലുള്ള പുറത്തുനിന്ന് ആൾ வந்து ജുമ്മറാൾ ഇല്ല ഒരു 7 കൊല്ലം അവിടുത്തെ മുകളിൽ കാണും മുകളിലുണ്ടാവും. ഇത് എല്ലാം പഴയ ബിൽഡിംഗ് അല്ലേ? പഴയ ബിൽഡിംഗ് കുബ്ബക്കുള്ളി കുബ്ബക്കുള്ള. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുൽക്കർ സ്ട്രീറ്റിലാണ് ഈ ഒരു മദ്രസ സ്ഥിതി ചെയ്യുന്നത്. സുൽക്കർ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഖുറാൻ മനഃപ്പാടമാക്കുന്ന ആളുകളുള്ള സ്ട്രീറ്റാണ് സുൽക്കർ സ്ട്രീറ്റ്. ഏറ്റവും കൂടുതൽ ഹാഫിളിങ്ങളുള്ള സ്ട്രീറ്റാണ് ഈ ഒരു മദ്രസയൊക്കെ നിൽക്കുന്ന സ്ട്രീറ്റ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഓരോ ഉസ്താക്കന്മാരടുത്തും കൊണ്ടുപോവാണ്. ഇവിടുത്തെ മദ്രസകളുടെ ഒരു ഇത് കണ്ടില്ലേ, പഴയ രീതിയിലുള്ള മദ്രസകൾ. ഓരോ ഉസ്താക്കന്മാരുടെ കീഴിൽ ഓരോ 15 മുതൽ 20ഓളം കുട്ടികൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം എന്നെ എല്ലായിടവും ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. സീനിയർ ഇതെത്ര സ്റ്റാൻഡേർഡ്? പേരെന്താ സാർ? ദാവൂദ് ഷെയ്ഖ് ദാവൂദ്. യൂട്യൂബ് കൊല്ലം മണ്ണ അബ്ദുള്ള വെള്ളം മോച്ച കാട്ടുക പക്കത്തിൽ ഇത് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മൊത്തം ഹിഫ്ലുൽ ഖുർആൻ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെയാണ് കേട്ടോ. ഒരു പ്രത്യേകത നിറഞ്ഞൊരു മണ്ണാണിത്. ഭയങ്കര എന്താ പറയുക, ഖുർആൻ പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു മനസ്സിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു നാടാണിത് കേട്ടോ. അങ്ങനെ ഞാനിവിടുത്തെ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് പോവാണ്. ഇത്രയും നല്ലൊരു മണ്ണിൽ കാലുകുത്താൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ആത്താങ്കരയിലൊക്കെ വരുന്നവരെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വന്നൊന്ന് കാണുക. ഈ സ്റ്റഡി സെൻറ്ററും ഖുർആൻ പഠിക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ്റെ ആ മദ്രസയും പിന്നെ ഒരുപാട് എന്താ പറയുക സഹാബാക്കളൊക്കെ ഉറങ്ങുന്നൊരു മണ്ണും കൂടിയാണിത് കേട്ടോ. നല്ല ശാന്തതയാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇനി ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് തിരുനെൽവേലിക്ക് പോകണം. തിരുനെൽവേലിയിൽ നിന്ന് ട്രെയിൻ ഇനി എങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ.